ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. നമുക്ക് ഊണിനോടൊപ്പം കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു കടലക്കറിയാണ്. കുറച്ച് പുളിയോടുള്ളൊരു ടേസ്റ്റും വഴുതനങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു കടലക്കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ്. അപ്പോൾ കടല ഞാൻ 150 ഗ്രാം എന്നളവിൽ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എന്നളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 ടീസ്പൂൺ എന്നളവിൽ ഏതാണ്ട് 1 ടീസ്പൂൺ ഇട്ടത്. 1/4 ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ എന്നളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ എന്നളവിൽ ഞാൻ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. കടല വേവിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കർ മൂടി വെച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഓരോ കുക്കറിനനുസരിച്ച് നമുക്ക് വിസിൽ വരുന്നതനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ കടല നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത കടല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. 3-4 വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാള വളരെ കനം കുറച്ച് നീളൻ അരിഞ്ഞെടുത്തത് 3 പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്തി കൊടുക്കേണ്ടത് 2 വഴുതനങ്ങ നീളനെ കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കടല വേവിച്ചെടുത്തും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതിൽ വെള്ളത്തിൻ്റെ അംശം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. വഴുതനങ്ങ വെന്ത് കിട്ടാൻ 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ വഴുതനങ്ങയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ചേർത്തി കൊടുത്താൽ മതി. മീഡിയം സൈസുള്ള തേങ്ങയുടെ പകുതി മുറി തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇടുന്നതനുസരിച്ച് വേണം നമുക്ക് തേങ്ങയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കറി താളിച്ചെടുക്കാൻ വേണ്ടി ഞാൻ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഊണിനോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.